വെൽക്കം ബാക്ക് ടു വെള്ളാട്ടി പോക്കർ. അപ്പോ ടോണിച്ചായൻ, പ്രമുഖനായ വ്യക്തി ടോണിച്ചായൻ, തൊഴിൽ വ്യവസായി, പുള്ളിയുടെ വാക്കുകളിലേക്ക് നമുക്ക് പോവാം. ടോണിച്ചായ പറ. ഒരു യൂട്യൂബർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭാഗമായിട്ടാണ് കിട്ടിയത്, അച്ചായൻ ചെയ്ത് കൊടുത്തില്ലെന്ന്. ഏതോ ഒരാൾ ഇങ്ങനെ പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു. ആരാന്ന് എനിക്ക് അറിയില്ല. അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് അന്വേഷിക്കാൻ പോയില്ല. ഇതിന്റെ ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങൾ തന്നെ ചിന്തിക്കാം. 40 ഷോപ്പ് തുടങ്ങി, ഇന്ന് 40ാമത്തെ ഷോപ്പാണ്. 40 ഷോപ്പ് തുടങ്ങി, 40 കട ഞാൻ പണിതു. ശരിയാണല്ലോ. 40 ഷോപ്പ് പണിതപ്പം 40 വീട് ഞാൻ പണിത് കൊടുത്തു. 40 വീട് പണിയുമ്പോൾ സ്വാഭാവികമായിട്ട് 2-3 വീടുകൾ തറ പണിത വീടുകളായിരിക്കാം. അപ്പൊ അവരെന്നോട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഇതൊന്ന് തീർത്ത് തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഉറപ്പായിട്ട് നമ്മൾ തീർത്ത് കൊടുക്കും. ആ വീട് പണിതപ്പോഴും ഏകദേശം 4-5 ലക്ഷം രൂപയോളം എനിക്ക് ചെലവായിട്ട് അതിന്റെ എഗ്രിമെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവരൊക്കെ എന്നെ കൊണ്ട് വിറ്റ് ജീവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവരൊക്കെ എന്നെ കൊണ്ട് വിറ്റ് റീച്ചാക്കി ഒരു നേരത്തെ ആഹാരം കഴിക്കുകയാണെങ്കിൽ സന്തോഷമുള്ളൂ. പിന്നെ ഒറ്റക്കാര്യം പറയാനുള്ളൂ, ഇനി ഇവരൊക്കെ ചെയ്യുമ്പോൾ ഒറ്റക്കാര്യം ചിന്തിക്കുക, ഈ പാവങ്ങൾക്ക് ഇനിയും കുറെ പേർക്ക് കിട്ടാൻ, അർഹതയുള്ളവർക്ക് കിട്ടാനുണ്ട്. അത് നിർത്താതിരിക്കുക. അതെനിക്ക് ഇനിയും ചെയ്യണം. പിന്നെ ഒറ്റ കാര്യമുള്ളൂ, ഇവർക്ക് എന്തെങ്കിലും റീച്ച് എന്നെ വെച്ച് ചെയ്യണമെങ്കിൽ. അപ്പോ ടോണിച്ചായൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഒരു വലിയ ബിസിനസ് മാൻ അല്ല ടോണിച്ചായൻ. കോട്ടയം അടിസ്ഥാനമാക്കിയാണ് ടോണിച്ചായന്റെ ബിസിനസ് മെയിൻ ഹെഡ് ബ്രാഞ്ച് ഒക്കെ പ്രവർത്തിക്കുന്നത്. ഹെഡ് ഓഫീസ് ഒക്കെ പ്രവർത്തിക്കുന്നത് കോട്ടയം എന്ന സ്ഥലത്താണ്. അപ്പോ പുള്ളി ഇപ്പൊ 2 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ ഇന്നലെ മുതൽ ഞാനിങ്ങനെ ഫീഡിൽ മൊത്തം, അതായത് ഞാനിങ്ങനെ എന്ത് സ്ക്രോൾ ചെയ്ത് പോയാലും ഫീഡിൽ മൊത്തം പുള്ളിക്കാരനാണ്. ഇപ്പൊ ഇതേപോലുള്ള വാക്കുകളാ. പുള്ളിക്കാരൻ വന്ന് കരയുക, മനസ്സിലായ? എന്നെ കുറച്ച് സമാധാനത്താ, ഞാൻ കുറച്ച് പാവങ്ങൾ കൂടെ വീട് വെച്ച് കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ പുള്ളിക്കാരന്റെ സൽക്രമങ്ങൾ നമ്മളെല്ലാരും കണ്ടിട്ടുണ്ടല്ലോ. പുള്ളിക്കാരൻ ഒരുപാട് നിർദ്ധരായ ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുകയും അവര് കരയുന്നതൊക്കെ വീഡിയോ എടുത്തിടുകയും അപ്പൊ അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ് ആളുടെ. അതാട്ടോ എന്തോ ആയിക്കോട്ടെ, പുള്ളി കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളതായിട്ടാണ് പബ്ലിസിറ്റി കാണിക്കുന്നത്. കുറച്ച് BGM ഒക്കെ ഇട്ടിട്ട് അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെയാണ്. ഞാൻ കുറെ കാലം കൊണ്ടേ പുള്ളിനെ പറ്റി കാണലുണ്ട്. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ളതാണ്. 100% ഞാൻ ഒരിക്കലും പുള്ളിനെ വിശ്വസിച്ചിട്ടില്ല കേട്ടോ. അതിനകത്ത് നമുക്കറിയാം, ബിസിനസ്, ഇതൊരു ബിസിനസ് ആണ്. പുള്ളിക്ക് ഇതൊരു ബിസിനസ് ആണ്. പിന്നെ പുള്ളിക്ക് കുറച്ചുകൂടി പബ്ലിസിറ്റി ഉണ്ടാവും. നമ്മുടെ ബോബി ചെമ്മണ്ണൂരൊക്കെ ചെയ്യുന്ന പോലെ കുറച്ചുകൂടി വേറൊരു സാധനം, മനസ്സിലായ? PR ഒക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു പരിപാടി. അപ്പൊ എന്താണെങ്കിലും ഇന്നലെ നമ്മുടെ സായി സീക്രട്ട് ഏജന്റ് ഹരിയണ്ണൻ ഒരു വീഡിയോ ചെയ്തു പുള്ളിനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പം അതിങ്ങനെയാണ് സംഭവം. അതായത് ഞാനിപ്പോ ആക്ച്വലി ആ വീഡിയോസ് ഒന്നും ഇവിടെ വെക്കുന്നില്ല. വീഡിയോസ് കാണണമെന്നുള്ളൊരു സീക്രട്ട് ഏജന്റിന്റെ ഒരു